വാർത്തകൾ വിശദമായി. രോഹിത് വെമുലയുടെ മരണത്തിന് കാരണക്കാരനെന്ന് ആരോപണമുള്ള ഹൈദരാബാദ് സർവകലാശാല VC അപ്പാറാവുവിനെ പുറത്താക്കണമെന്ന് രാഷ്ട്രപതിയുടെ സീതാറാം യെച്ചൂരി. സർവകലാശാലയിൽ അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ അവസ്ഥയെന്നും യെച്ചൂരി പറഞ്ഞു. I have urged the President to directly intervene and immediately ensure that the cases against the Vice Chancellor for aiding and abetting the suicide of Rohit Vemula, on that cases the Vice Chancellor should be tried. And as the visitor to many of the central universities, I have urged the President of India that to ensure that the Ministry for Human Resource Development, the HRD, is not converted into the Ministry for Hindu Rashtra Development. അപ്പാറാവുവിന്റെ രാജി ആവശ്യപ്പെട്ടുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭം ഹൈദരാബാദ് സർവകലാശാലയിൽ തുടരുന്നു. വിഷയത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സംസ്ഥാന സർക്കാരിനോട് വിശദീകരണം തേടി. വിദ്യാർത്ഥികൾക്ക് വെള്ളവും വൈദ്യുതി നിഷേധിക്കുന്നതിനാണ് കമ്മീഷൻ വിശദീകരണം തേടിയത്. വെള്ളവും വെളിച്ചവും നിഷേധിക്കുന്നതിൽ സർക്കാരിന് പങ്കില്ലെന്നും സർവകലാശാലയ്ക്ക് ഇതിൽ ഉത്തരവാദിത്തം ഇല്ലെന്നും തെലങ്കാന സർക്കാർ മറുപടി നൽകി. UDFന് സീറ്റ് വിഭജനം കീറാമുട്ടിയാകുന്നു. കോൺഗ്രസിലെ ആഭ്യന്തര കലഹം മൂർച്ഛിച്ചതാണ് പ്രധാന കാരണം. അവസാനവട്ട സീറ്റ് ചർച്ചകൾ നാളെ പൂർത്തിയാക്കി നേതാക്കൾ തിങ്കളാഴ്ച ദില്ലിക്ക് പോകും. KPCC തെരഞ്ഞെടുപ്പ് സമിതിയും നാളെ ചേരും. സീറ്റ് വിഭജന ചർച്ചകൾ അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോയി ഘടകകക്ഷികളെ വരുതിയിലാക്കുക എന്നതാണ് കോൺഗ്രസിന്റെ പ്രധാന തന്ത്രം. UDFിലെ സീറ്റ് വിഭജന ചർച്ചയും സ്ഥാനാർത്ഥി നിർണയവും വഴിമുട്ടാൻ കോൺഗ്രസിലെ ആഭ്യന്തര കലഹം മൂർച്ഛിച്ചതാണ് പ്രധാന കാരണമായത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും KPCC അധ്യക്ഷൻ VM സുധീരനും തമ്മിലുള്ള വിയോജിപ്പാണ് ഇതിനാധാരം. കൂടുതൽ സീറ്റുകൾ ഘടകകക്ഷികൾക്ക് വിട്ടുനൽകാൻ കഴിയില്ല എന്ന നിലപാടാണ് കോൺഗ്രസിനുള്ളത്. എന്നാൽ അധിക സീറ്റുകൾക്കായുള്ള സമ്മർദ്ദത്തിൽ നിന്ന് ഘടകകക്ഷികളും മാറിയിട്ടില്ല. ഈ സാഹചര്യത്തിൽ ചില സീറ്റുകൾ വെച്ചുമാറി ധാരണയുണ്ടാക്കാമെന്നുള്ളതാണ് നിലവിൽ കോൺഗ്രസിന്റെ പ്രതീക്ഷ. ഏതായാലും അവസാനവട്ട സീറ്റ് വിഭജന ചർച്ചകൾ നാളെ നടക്കും. ഘടകകക്ഷികളുമായുള്ള ചർച്ചയ്ക്ക് പുറമെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതി യോഗവും നാളെ ചേരും. തുടർന്ന് തിങ്കളാഴ്ച കോൺഗ്രസ് നേതാക്കൾ ദില്ലിക്ക് പോകും. കേരള കോൺഗ്രസ് എമ്മുമായാണ് ഏറ്റവും കൂടുതൽ തർക്കം നിലനിൽക്കുന്നത്. ലീഗുമായി കഴിഞ്ഞ ദിവസം നടത്തിയ ഉഭയകക്ഷി ചർച്ചയും പരാജയപ്പെട്ടിരുന്നു. നാളെ നടക്കുന്ന ചർച്ചയിൽ കേരള കോൺഗ്രസ് M, ജനതാദൾ U, കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം, RSP തുടങ്ങിയ കക്ഷികൾക്ക് നൽകാൻ നിശ്ചയിച്ചിട്ടുള്ള സീറ്റുകളെക്കുറിച്ച് അറിയിച്ച് ഉഭയകക്ഷി ചർച്ച പൂർത്തിയാക്കാനാണ് തീരുമാനം. ഈ മാസം 31-ന് ഏതുവിധേനയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ള നിലപാടാണ് സുധീരന്. എന്നാൽ അതിനു മുൻപ് ഏതുവിധേന ഘടകകക്ഷികളുമായുള്ള പ്രശ്നങ്ങൾ ഒത്തുതീർപ്പിൽ എത്തിക്കും എന്നുള്ളതാണ് കണ്ടറിയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. BJPയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ദില്ലിയിൽ സംസ്ഥാന ഘടകം സമർപ്പിച്ച രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക യോഗം പരിശോധിച്ചു. ക്രിക്കറ്റ് താരം ശ്രീശാന്ത്, സംവിധായകൻ അലി അക്ബർ, CK ജാനു തുടങ്ങിയവർ രണ്ടാംഘട്ട പട്ടികയിൽ ഉണ്ട്. ശ്രീശാന്ത് തിരുവനന്തപുരത്ത് മത്സരിക്കും. BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കാനില്ലെന്ന് CK ജാനു. ജാനുവിനെ BJP സ്ഥാനാർത്ഥിയാക്കും എന്ന കുമ്മനം രാജശേഖരന്റെ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു ജാനു. താനിപ്പോൾ ഊരുവികസന മുന്നണിയുടെ ഭാഗമായാണ് പ്രവർത്തിക്കുന്നതെന്നും ജാനു പറഞ്ഞു. ഇല്ലിപ്പോ നമ്മളുമായിട്ട് ഒരു ചർച്ചയൊന്നും നടന്നിട്ടില്ല. ഫോണിലൂടെ ഉള്ള ഒരു സംഭാഷണം നടന്നിട്ടുണ്ട്. അതിനെ നമ്മൾ ആദ്യം പറയുന്നത്, അതിനുശേഷം ഫോൺ വിളിച്ചിട്ടാണ് പറയുന്നത് നമുക്കൊന്ന് നേരിൽ കണ്ട് സംസാരിക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പം നമ്മൾ സംസാരിക്കാമെന്നും പറഞ്ഞു. അത്ര തന്നെ. സംസാരമൊന്നും ശരിക്കും നടന്നിട്ടില്ല. ഇല്ല, ഇപ്പോൾ ഈ ഗോത്രമഹാസഭയും ഊരുവികസന മുന്നണിയുടെ ഒക്കെ ഒരു പ്രായോഗിക പ്രശ്നങ്ങളുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതിൻ്റെ മെമ്പർഷിപ്പ് യൂണിറ്റ് തുടങ്ങിയിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാ സ്ഥലത്തും സജീവമായിട്ടായിട്ടില്ല. അതുകൊണ്ട് ഈ ഒരു പ്രാവശ്യത്തെ ഇലക്ഷനിൽ നമ്മൾ മത്സരിക്കുന്നില്ല എന്നുള്ള ഒരു തീരുമാനമാണ് സംഘടനാപരമായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായമൊന്നും ശരിക്കും എനിക്കില്ല. ആ ഒരു അഭിപ്രായത്തോട് തന്നെ യോജിച്ചാണ് ഞാൻ നിൽക്കുന്നത്. ചലച്ചിത്ര താരം ജിഷ്ണു രാഘവൻ അന്തരിച്ചു. 35 വയസ്സായിരുന്നു. അർബുദ രോഗബാധിതനായ ജിഷ്ണു 2 വർഷത്തോളമായി ചികിത്സയിലായിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ രാവിലെ 8:15-നായിരുന്നു അന്ത്യം. ചലച്ചിത്ര മേഖലയിലെ പ്രമുഖരടക്കം നിരവധി പേർ ജിഷ്ണുവിനെ അവസാനമായി ഒരു നോക്ക് കാണാനെത്തി. എറണാകുളം രവിപുരം ശ്മശാനത്തിൽ വൈകുന്നേരം 6:30-യോടെ വിഷ്ണുവിന്റെ മൃതദേഹം സംസ്കരിച്ചു. 2014-ൽ ദില്ലിയിൽ വെച്ചാണ് ജിഷ്ണു അർബുദ രോഗബാധിതനാണെന്ന് തിരിച്ചറിയുന്നത്. ചികിത്സ ആരംഭിച്ചതിനു ശേഷം പലവട്ടം ആരോഗ്യനില വഷളായെങ്കിലും ജിഷ്ണു തിരിച്ചു വന്നു. ചിരിയോടുകൂടെ താൻ ഇതെല്ലാം നേരിടുമെന്ന് ജിഷ്ണു ഫേസ്ബുക്കിൽ കുറിച്ചു. ഒടുവിൽ ഇന്ന് രാവിലെ 8:15-ന് ആ ചിരി മാഞ്ഞു. കഴിഞ്ഞ 5 മാസത്തോളമായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയിലായിരുന്നു. രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് മാർച്ച് 22-ന് ജിഷ്ണുവിനെ വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ചികിത്സയിലുടനീളം നിഴൽ പോലെ ഒപ്പമുണ്ടായിരുന്ന അച്ഛൻ രാഘവനും അമ്മയും മരണസമയത്തും ജിഷ്ണുവിന് അടുത്തുണ്ടായിരുന്നു.
ചലച്ചിത്ര രംഗത്തു നിന്ന് നിരവധി പ്രമുഖർ തങ്ങളുടെ സഹോദരനെ സഹപ്രവർത്തകനെ ഒരു നോക്ക് കാണാനെത്തി. മമ്മൂട്ടി, ജയറാം, ദുൽഖർ സൽമാൻ, നിവിൻ പോളി, ഫഹദ് ഫാസിൽ, സിദ്ദിഖ്, ജഗദീഷ്, സംവിധായകരായ കമൽ, രഞ്ജിത്ത്, രഞ്ജി പണിക്കർ, മന്ത്രി കെ ബാബു, CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി പി രാജീവ്, ഹൈബി ഈഡൻ MLA തുടങ്ങി വിവിധ മേഖലകളിലെ പ്രമുഖരും സഹപാഠികളും ആരാധകരുമടക്കം നിരവധി ജനങ്ങളും ജിഷ്ണുവിന് അന്തിമോപചാരമർപ്പിക്കാൻ ആശുപത്രിയിലെത്തി. ബന്ധുക്കളും സഹപ്രവർത്തകരും കൂടിയാലോചിച്ച ശേഷം ഔദ്യോഗിക പൊതുദർശനം വേണ്ടെന്ന് തീരുമാനിക്കുകയായിരുന്നു. ചെന്നൈയിൽ ആർക്കിടെക്റ്റായ ഭാര്യ ധന്യരാജനും സേലത്തായിരുന്ന സഹോദരി ജോത്സ്നയും ഉച്ചയോടെ ആശുപത്രിയിലെത്തി. 5:30 ജിഷ്ണുവിന്റെ മൃതദേഹം ആശുപത്രിയിൽ നിന്നും രവിപുരം ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയി. ജിഷ്ണുവിന്റെ സഹോദരി ജോത്സ്നയുടെ മകൻ ബ്രഹദീഷാണ് അന്ത്യകർമ്മങ്ങൾ ചെയ്തത്. ബ്രഹദീഷ് കുട്ടിയായതിനാൽ പിതാവ് നവീൻ അതിന് സഹായിച്ചു. 6:30 ജിഷ്ണുവിന്റെ മൃതദേഹം അഗ്നി ഏറ്റുവാങ്ങി. ജിഷ്ണുവിന്റെ ആദ്യ സിനിമയുടെ സംവിധായകൻ കമൽ തന്റെ നായകന്റെ വേർപാട് കർമ്മങ്ങൾക്ക് നേതൃത്വമായി മുന്നിലുണ്ടായിരുന്നു. ചിരിമാഞ്ഞ ജിഷ്ണുവിന്റെ മുഖവും മകനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച അച്ഛൻ രാഘവന്റെ ദൈന്യതയാർന്ന ചിരിയും മലയാളിക്ക് വിങ്ങലായി മാറുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. 1987 കിളിപ്പാട്ട് എന്ന സിനിമയിലൂടെ ബാലനടനായാണ് മലയാള സിനിമയിൽ ജിഷ്ണു രംഗപ്രവേശനം ചെയ്തത്. കമലിന്റെ നമ്മളിലൂടെയാണ് സിനിമയിൽ സജീവമായത്. സിനിമയിൽ സജീവമായിരിക്കെയാണ് ജിഷ്ണുവിന് രോഗം ബാധിക്കുന്നത്. ചികിത്സയ്ക്ക് ശേഷം അദ്ദേഹം ഏതാനും സിനിമകളിൽ അഭിനയിച്ചു. രോഗത്തെ കീഴടക്കി തിരിച്ചു വരുമെന്ന് തന്നെ ഈ ചെറുപ്പക്കാരൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു. 2016 മലയാള സിനിമാ ലോകത്തിന് നഷ്ടങ്ങളുടെ വർഷമായി മാറുകയാണ്. അഭിനയ പാടവം കൊണ്ടും വാക്കുകൊണ്ടും വരകൾ കൊണ്ടും ജീവിതത്തിന് അടിവരയിട്ട പലരും നഷ്ടമായി കഴിഞ്ഞു. ജിഷ്ണു എന്ന നടൻ വേർപെടുമ്പോൾ തികഞ്ഞൊരു അഭിനയ പ്രതിഭയെ മാത്രമല്ല നഷ്ടമാകുന്നത്, ശുഭാപ്തി വിശ്വാസത്തോടെ അതിജീവനത്തിന്റെ മാതൃകയായ മനക്കരുത്തുകൂടിയാണ്. അച്ഛൻ രാഘവൻ സംവിധാനം ചെയ്ത കിളിപ്പാട്ട് എന്ന ചിത്രത്തിലൂടെ 1987 ബാലതാരമായിട്ടായിരുന്നു ജിഷ്ണുവിന്റെ സിനിമാ പ്രവേശം. സിനിമയോടുള്ള തന്റെ അഭിനിവേശം ജിഷ്ണു നായകനായെത്തിയ ആദ്യ സിനിമയിൽ തന്നെ തെളിയിച്ചിരുന്നു. ചിത്രീകരണത്തിനിടെയുണ്ടായ അപകടത്തിൽ ഒടിഞ്ഞ കാലുകളുമായാണ് ജിഷ്ണു നമ്മൾ എന്ന ചിത്രം പൂർത്തിയാക്കിയത്. മലയാള സിനിമയിലെ പുതിയൊരു താരോദയം കൂടിയായിരുന്നു അത്. പിന്നീടങ്ങോട്ട് മലയാളത്തിലും തമിഴിലുമായി 25ഓളം ചിത്രങ്ങൾ. ട്രാഫിക് എന്ന ചിത്രത്തിന്റെ റീമേക്കിലൂടെ ബോളിവുഡിലും സാന്നിധ്യമറിച്ചു. സിനിമയിൽ സജീവമാകുന്നതിനിടെയാണ് ക്യാൻസർ ജിഷ്ണുവിനെ പിടികൂടിയത്. പ്രതിസന്ധികളിൽ തളരാൻ തയ്യാറായിരുന്നില്ല ജിഷ്ണു. താൻ തിരിച്ചുവരും, ജീവിതത്തിലേക്കും സിനിമയിലേക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നു അദ്ദേഹം. അവസാന ദിവസങ്ങൾ വരെ ഫേസ്ബുക്കിലൂടെ ആരാധകരുമായി തന്റെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ പങ്കിട്ട് ഊർജ്ജസ്വലനായിരുന്നു ജിഷ്ണു. തന്റെ രോഗമോ രൂപമോ മറച്ചുവെക്കാതെ പുഞ്ചിരിക്കുന്ന ചിത്രങ്ങളോടൊപ്പം അടിക്കുറിപ്പുകളുമായി ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തു. താനിപ്പോൾ ഐസിയുവിലാണെന്നും പുഞ്ചിരിക്കും ശുഭാപ്തി വിശ്വാസത്തിനും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാനാവുമെന്നും ഒടുവിലായി ഐസിയുവിൽ പ്രവേശിപ്പിച്ചപ്പോൾ ജിഷ്ണു പോസ്റ്റ് ചെയ്തു. ഈ അപാര മനസാന്നിധ്യം തന്നെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു ഈ ചെറുപ്പക്കാരൻ. ജിഷ്ണു, താങ്കളുടെ വേർപാടിനെ ഒരു നല്ല നടന്റെ നഷ്ടത്തെക്കാളുപരി പ്രതിസന്ധികളിലും ജീവിതം ആഘോഷമാക്കി മാറ്റിയ ശുഭാപ്തി വിശ്വാസത്തിന്റെ പേരിലാകും ചരിത്രം അടയാളപ്പെടുത്തുക. ന്യൂസ് ഡെസ്ക്. ഇന്നലെ അന്തരിച്ച പ്രശസ്ത ഹാസ്യ കഥാപ്രസംഗകലാകാരനും ചലച്ചിത്ര നടനുമായ VD രാജപ്പന്റെ മൃതദേഹം ഔദ്യോഗിക ബഹുമതികളോടെ കോട്ടയം പോരൂരിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ഏറെ നാളായി അസുഖബാധിതനായിരുന്ന VD രാജപ്പൻ ഇന്നലെ കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് നിര്യാതനായത്. സമൂഹത്തിലെ നാനാതുറകളിൽപ്പെട്ടവർ അന്തിമോപചാരം അർപ്പിച്ചു. ഹാസ്യകഥാപ്രസംഗത്തിലൂടെയും പാരഡി ഗാനങ്ങളിലൂടെയും മലയാളിയെ ചിരിയുടെ സുന്ദരലോകത്തേക്ക് കൈപിടിച്ചു കൊണ്ടുപോയ VD രാജപ്പനെ അവസാനമായി ഒരു നോക്ക് കാണാൻ നിരവധി പേരാണ് പേരൂരിലെ വീട്ടിലേക്ക് ഒഴുകിയെത്തിയത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മന്ത്രി KC ജോസഫ്, സുരേഷ് കുറുപ്പ് MLA, സിനിമാ സീരിയൽ താരങ്ങളും സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖരും വീട്ടിലെത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഉച്ചയ്ക്ക് 3:30 ശേഷമായിരുന്നു സംസ്കാര ചടങ്ങുകൾ. വീട്ടുവളപ്പിൽ ചിതയ്ക്ക് മകൻ രാജേഷ് തിരികൊളുത്തി. ഇതോടെ 3 പതിറ്റാണ്ടോളം മലയാളിക്ക് ഹാസ്യത്തിന്റെ പുത്തൻ ആസ്വാദനം നൽകിയ VD രാജപ്പൻ ഓർമ്മയായി. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. വാർത്തയിലേക്ക്. കലാഭവൻ മണിയുടെ മരണത്തിൽ അന്വേഷണം തൃപ്തികരമെന്നും ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നിഗമനത്തിലെത്താൻ സാധിക്കൂ എന്നും DGP TP സെൻകുമാർ പറഞ്ഞു. അന്വേഷണ പുരോഗതി വിലയിരുത്താൻ DGP TP സെൻകുമാർ ചാലക്കുടിയിലെത്തി അന്വേഷണ സംഘവുമായി കൂടിക്കാഴ്ച നടത്തി. ഇതുവരെയുള്ള അന്വേഷണം തൃപ്തികരമായിട്ട് പോകുന്നുണ്ട്. ഇത് വളരെ ശാസ്ത്രീയമായിട്ട് അന്വേഷിക്കേണ്ട ഒരു കേസാണ്. അപ്പോൾ ആ നിലയ്ക്ക് അവർ അന്വേഷിക്കുന്നുണ്ട്. അല്ല, നമ്മൾ ഇതുവരെയുള്ള എല്ലാ ശാസ്ത്രീയമായിട്ടുള്ള സംഗതികളും നമുക്ക് ലഭ്യമായിട്ടുള്ളത് അവർക്ക് കൊടുത്തിട്ട് അവരുടെ ഒപ്പീനിയൻ നേടേണ്ട ആവശ്യമുണ്ട്. അതിനുള്ള നടപടികൾ എടുത്തിട്ടുണ്ട്. അല്ല അത് നമ്മൾ കേന്ദ്ര ലാബിന് കുറേ കൊടുക്കുന്നുണ്ട്. അത് കൊടുക്കാനുള്ള നടപടിയായിട്ടുണ്ട്. എടുക്കപ്പെട്ട ഒരു കാരണവശാലും നിഗമനത്തിലെത്താൻ സാധിക്കില്ല. കാരണം അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല.
ഇടുക്കി പീരുമേട്ടിൽ സർക്കാർ മിച്ചഭൂമി ഹോപ്പ് പ്ലാന്റേഷന് നൽകിയ സർക്കാർ ഉത്തരവിനെതിരെ പ്രതിഷേധം വ്യാപകമായതിനെ തുടർന്ന് ഉത്തരവ് പിൻവലിക്കണമെന്ന് ഇടുക്കി DCC മുഖ്യമന്ത്രിയോടും റവന്യൂ മന്ത്രിയോടും ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പിൽ തോട്ടത്തിന് അനുകൂലമായ സർക്കാർ ഉത്തരവ് പാർട്ടിക്ക് തിരിച്ചടിയുണ്ടാക്കുമെന്നും DCC വിലയിരുത്തി. ഇടുക്കി പീരുമേട്ടിൽ ഹോപ്പ് പ്ലാന്റേഷന് 750 ഏക്കർ മിച്ചഭൂമി പതിച്ചു നൽകാൻ സർക്കാർ ഉത്തരവിട്ടു എന്ന പീപ്പിൾ വാർത്ത വിവാദമായതോടെയാണ് ഉത്തരവ് പിൻവലിക്കണമെന്ന ആവശ്യവുമായി ഇടുക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. ഇക്കാര്യം രേഖാമൂലം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ റോയി കെ പൗലോസ് മുഖ്യമന്ത്രിയോടും റവന്യൂ മന്ത്രിയോടും ആവശ്യപ്പെട്ടു. ഒരു ഭൂമിയെ സംബന്ധിച്ചൊരു തീരുമാനമെടുക്കുമ്പോൾ വേണ്ടത്ര ഒരു ഗൗരവത്തോടുകൂടി ഈ കാര്യത്തെ സംബന്ധിച്ച് ഒരാലോചന നടത്തിയിട്ടാണോ ഈ തീരുമാനമെടുത്തത് എന്നുള്ള കാര്യത്തിലാണ് എനിക്ക് ബലമായ സംശയമുള്ളത്. അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ഏത് സാഹചര്യത്തിലാണേലും ആവശ്യമില്ലായിരുന്നു എന്ന എൻ്റെ അഭിപ്രായം ഈ സാഹചര്യത്തിൽ ഒട്ടും പാടില്ലായിരുന്നു. അപ്പോൾ ഇത്തരമൊരു വിവാദ ഉത്തരവ് പിൻവലിക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു ശരിയായ നടപടി എന്നാണ് ഇത് സംബന്ധിച്ച് ഞങ്ങളുടെ അഭിപ്രായം. ഈ വിവരങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഞങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്, ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പീരുമേട് ലാൻഡ് ബോർഡ് ഏറ്റെടുക്കാൻ ഉത്തരവിട്ട 860 ഏക്കർ ഭൂമിയിൽ നിന്നും 750 ഏക്കർ ഭൂമിക്കാണ് ഭൂപരിധിയിൽ ഇളവ് നൽകാൻ സർക്കാർ തീരുമാനിച്ചിരുന്നത്. വാർത്ത പുറത്തുവന്നതോടെ ഉത്തരവ് പുനഃപരിശോധിക്കണമെന്ന് പ്രതിപക്ഷ പാർട്ടികളും KPCC അധ്യക്ഷനും ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇടുക്കി കോൺഗ്രസ് നേതൃത്വവും ഇക്കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഉത്തരവ് പിൻവലിച്ചില്ലെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഇത് ബാധിക്കുമെന്നും ജില്ലാ കോൺഗ്രസ് നേതൃത്വം പറയുന്നു. എന്തായാലും വിവാദ ഉത്തരവ് തെരഞ്ഞെടുപ്പിലെ പ്രധാന പ്രചരണ വിഷയമാക്കാനാണ് പീരുമേട്ടിൽ LDFന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പേരിൽ കൃത്രിമം കാട്ടി MLA ജനങ്ങളെ കബളിപ്പിക്കുന്നു. എറണാകുളം ജില്ലയിലെ കുന്നത്തനാട് മണ്ഡലത്തിലെ MLA VP സജീന്ദ്രനാണ് നിയമവിരുദ്ധമായി പേരിനൊപ്പം അഡ്വക്കേറ്റ് എന്ന് ഉപയോഗിക്കുന്നത്. അഭിഭാഷക പദവിയിൽ നിന്നും 2011 സ്വയം ഒഴിഞ്ഞ സജീന്ദ്രൻ പേരിനൊപ്പം ഇപ്പോഴും അഡ്വക്കേറ്റ് എന്ന് ആലങ്കാരികം ആയി ചേർത്തുകൊണ്ട് നടക്കുകയാണ്. പേരിനൊപ്പം അലങ്കാരമായി അഡ്വക്കേറ്റ് എന്ന സ്വയം വിശേഷിപ്പിച്ച് നടക്കുന്ന കുന്നത്തനാട് MLA VP സജീന്ദ്രനോട് ഒരു ചോദ്യം. അഭിഭാഷകൻ എന്നറിയപ്പെടാൻ താങ്കൾ യോഗ്യനാണോ? കാലം കുറച്ച് പിന്നോട്ട് പോകണം. 1993 ഫെബ്രുവരി മാസം 14 തീയതി K/531/1993 എന്ന റോൾ നമ്പറിൽ എൻറോൾ ചെയ്ത VP സജീന്ദ്രൻ അഡ്വക്കേറ്റ് VP സജീന്ദ്രനായി, അഭിഭാഷകനായി എന്ന് ചുരുക്കം. എന്നാൽ 2011 13ാം നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് മുമ്പ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് സ്വന്തം ആവശ്യപ്രകാരം VP സജീന്ദ്രൻ അഭിഭാഷക വൃത്തിയിൽ നിന്നും പുറത്തുപോയി. കൃത്യമായി പറഞ്ഞാൽ 2011 ജനുവരി 15 മുതൽ VP സജീന്ദ്രൻ അഭിഭാഷകനല്ല. ബാർ കൗൺസിലിൽ നിന്ന് ലഭിച്ച വിവരാവകാശ രേഖയിൽ ഇതെല്ലാം വ്യക്തമാണ്. 2011 ഏപ്രിൽ 13 നടന്ന തെരഞ്ഞെടുപ്പിൽ കുന്നത്തനാട് മണ്ഡലത്തിൽ നിന്നും കോൺഗ്രസ് ടിക്കറ്റിൽ ജയിച്ച MLA ആയ VP സജീന്ദ്രൻ പേരിനൊപ്പം അഭിഭാഷകൻ എന്ന് ചേർത്ത് തന്നെ ഭരണം തുടരുകയാണ്. MLAയുടെ ഓഫീസിന് മുന്നിലെ നെയിം ബോർഡ് കാണുക, മണ്ഡലത്തിൽ പലയിടത്തുമുള്ള തറക്കല്ലുകളിൽ കൊത്തിവെച്ചിരിക്കുന്നത് കാണുക, MLAയുടെ ചില ഉദ്ഘാടനങ്ങളുടെ പ്രചരണങ്ങൾ കാണുക. എല്ലാം അഡ്വക്കേറ്റ് VP സജീന്ദ്രൻ എന്നു തന്നെ. എന്നാൽ നിലവിൽ MLA വക്കീലുമല്ല. പേരിൽ പോലും കൃത്രിമം കാട്ടി MLA ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. നിയമം അറിയാവുന്ന MLA ചെയ്യുന്നത് നിയമപ്രകാരം ക്രിമിനൽ കുറ്റകൃത്യമാണ്. MLA VP സജീന്ദ്രനെ നിയമം പഠിപ്പിക്കുകയല്ല, ഓർമ്മിപ്പിക്കുകയാണ്. അലക്സ് റാം മുഹമ്മദ്, കൊച്ചി. സംസ്ഥാനം കടുത്ത വൈദ്യുതി പ്രതിസന്ധിയിൽ. വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിലെത്തിയതോടെ ലോഡ് ഷെഡിംഗ് കൂടുതൽ ഏർപ്പെടുത്താനാണ് വൈദ്യുതി ബോർഡിന്റെ തീരുമാനം. നിലവിൽ സംസ്ഥാനത്ത് പലയിടത്തും അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഉണ്ട്. ഇത് വ്യാപകമാക്കാനാണ് KSEBയുടെ നീക്കം. സംസ്ഥാനത്ത് ചൂട് കനത്തതിനെ തുടർന്ന് വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിലാണിപ്പോൾ. വേനൽ മഴ വൈകുന്നതും ഉപഭോഗം വർദ്ധിക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. ഇതാണ് സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമാകാൻ ഇടയാക്കിയിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ കൂടുതൽ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താനാണ് KSEB തീരുമാനം. ഇപ്പോൾ തന്നെ ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് പലയിടത്തും അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗും നിലവിലുണ്ട്. ഇത് വ്യാപകമാക്കാനാണ് KSEBയുടെ നീക്കം. എന്നാൽ വാർഷിക പരീക്ഷകൾ നടക്കുന്നതും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതുമാണ് സർക്കാരിന് വലിയ തിരിച്ചടിയായിരിക്കുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിലെത്തിയത്. 76.63 ദശലക്ഷം യൂണിറ്റ്. സംസ്ഥാനത്തിന്റെ ആഭ്യന്തര ഉൽപാദനമാകട്ടെ 22.3 ദശലക്ഷം യൂണിറ്റ് മാത്രവും. കേന്ദ്ര പൂളിൽ നിന്ന് ലഭിക്കുന്നതടക്കം 71% വൈദ്യുതിയും പുറത്തുനിന്നും കൊണ്ടുവരുന്നതും. ഇതിൽ 65% ഉയർന്ന നിരക്ക് നൽകി വാങ്ങുന്നവയാണ്. പുറത്തുനിന്നും വാങ്ങുന്ന വൈദ്യുതിയുടെ വിഹിതം കുറയ്ക്കാനാണ് സംസ്ഥാന വൈദ്യുതി ബോർഡിന്റെ നീക്കം.
സംസ്ഥാനത്ത് വൈദ്യുതി ബോർഡിന്റെ എല്ലാ ജലസംഭരണികളിലുമായി 1766 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ജലം മാത്രമാണ് ശേഷിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ് പ്രതിസന്ധി ഇത്രമേൽ രൂക്ഷമാകാനിടയാക്കിയതെന്നാണ് വിമർശനം. പ്രതിവർഷം 7000 കോടി രൂപ ചെലവിട്ടാണ് സർക്കാർ വൈദ്യുതി വാങ്ങിയിരുന്നത്. പുതിയ പദ്ധതികൾ നടപ്പിലാക്കാനോ പൂർത്തിയാക്കാനോ പോലും സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ഏറെ വിമർശനാത്മകമാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഇന്ന് ദുഃഖവെള്ളി. യേശുക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഓർമ്മയിൽ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് ദുഃഖവെള്ളി ആചരിച്ചു. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും വിശുദ്ധ കുർബാനയും നടന്നു. സീറോ മലങ്കര, സീറോ മലബാർ ലത്തീൻ സഭകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിച്ചത്. രാവിലെ 7 മണിക്ക് പാളയം സെന്റ് ജോസഫ് കത്തീഡ്രൽ അങ്കണത്തിൽ ആരംഭിച്ച ചടങ്ങിൽ മലങ്കര കത്തോലിക്ക സഭാ തലവൻ കർദിനാൾ മാർ ബെസോലിയോസ് ക്ലിമീസ് കാത്തോലിക്ക ബാവ പ്രാരംഭ സന്ദേശം നൽകി. തുടർന്ന് വിവിധ ഇടവകകളിലെ ശുഭ്രവസ്ത്രധാരികളായ വിശ്വാസികൾ പങ്കെടുത്ത കുരിശിന്റെ വഴി ആരംഭിച്ചു. ക്രിസ്തു വഹിച്ച മരക്കുരിശ് സൂചിപ്പിച്ച് വൈദികർ കുരിശുമായി നീങ്ങി. തൊട്ടുപിന്നാലെ അൽത്താര ബാലന്മാരും കൊബ്ര സഭാ അംഗങ്ങളും സന്യാസിനി സമൂഹവും നീങ്ങി. ക്രിസ്തുവിന്റെ ഗോകുൽത്ത മലയിലേക്കുള്ള കുരിശിന്റെ വഴി അനുസ്മരിപ്പിച്ചുകൊണ്ട് 15 സ്ഥലങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനയുണ്ടായിരുന്നു. ലത്തീൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ എം സൂസപാക്യം സമാപന സന്ദേശം നൽകി. ജനപ്രതിനിധികൾ കാണിക്കുന്ന പേക്കൂത്ത് കാണുമ്പോൾ ആശങ്ക തോന്നുന്നതായി അദ്ദേഹം പറഞ്ഞു. ഇന്ന് ജനപ്രതിനിധികൾ എന്ന് പറയുന്ന പലരും കാണിക്കുന്ന പേക്കൂത്തുകളും അടവ് നയങ്ങളും അത്യാഗ്രഹവും ഒക്കെ കാണുമ്പോൾ ലജ്ജയും ഭാവിയെക്കുറിച്ച് ഭയാശങ്കകളുമാണ് മനസ്സിൽ വന്ന് നിറയുന്നത്. നിക്ഷിപ്ത താല്പര്യങ്ങൾ അടിമകളായവരെ തിരസ്കരിച്ച് മൂല്യബോധത്തോടെ നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ചങ്ങനാശ്ശേരി അതിരൂപത വികാരി ജനറൽ ഡോക്ടർ മാണി പുതിയിടം ചടങ്ങിൽ സംസാരിച്ചു. ക്രിസ്തുദേവന്റെ കുരിശുമരണത്തിന്റെയും പീഡാനുഭവങ്ങളുടെയും സ്മരണകൾ വിശ്വാസ സമൂഹം പ്രാർത്ഥനകളോടെയാണ് ആചരിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. 5 വർഷത്തെ UDF ഭരണത്തിൽ KSRTCയുടെ കടക്കിണി 3 ഇരട്ടി വർദ്ധിച്ചതായി കണക്കുകൾ. 5 വർഷത്തിനിടെ 3ലധികം തവണ ബസ് ചാർജ് വർദ്ധിപ്പിച്ചിട്ടും ടിക്കറ്റ് സെസ് ഏർപ്പെടുത്തിയിട്ടും KSRTCയുടെ വരുമാനം ഉയർത്താനായിട്ടില്ല എന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. അതേസമയം ദേശസാൽകൃത റൂട്ടുകൾ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറിയതും പുതിയ ബസ്സുകൾ നിരത്തിൽ ഇറക്കാത്തതും ആണ് KSRTCയുടെ തകർച്ചയ്ക്ക് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. പാലക്കാട് ജില്ലയിലെ ലീഗിനകത്തെ പൊട്ടിത്തെറി UDFന് തലവേദനയാകുന്നു. ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ നടന്ന വികസന സന്ദേശ യാത്രയിൽ നിന്നും ലീഗ് നേതാക്കൾ വിട്ടുനിന്നു. പാർട്ടി വിമതരെ തിരിച്ചെടുത്തിൽ പ്രതിഷേധിച്ച് പാലക്കാട്ടും മണ്ണാർക്കാടും ലീഗ് ഭാരവാഹിത്വം രാജിവെച്ചവരെ അന്വയിപ്പിക്കാൻ ശ്രമം തുടരുകയാണ്. കണി കണ്ട സന്തോഷത്തിൽ വിഷുവിന് മുൻപേ കർഷകർ. ആലപ്പുഴ കഞ്ഞിക്കുഴിയിൽ വിഷു വിപണി ലക്ഷ്യമിട്ട് നടത്തിയ കൃഷി വൻ വിജയത്തിലേക്ക്. വിഷുവിന് 3 ആഴ്ച മുൻപേ പച്ചക്കറികൾ വിളവെടുത്തു തുടങ്ങി. വർഷങ്ങളോളം തരിശായി കിടന്നിരുന്ന കഞ്ഞിക്കുഴിയിലെ ഇലഞ്ഞിയിൽ പാടശേഖരം. ഇവിടെ 30 ഏക്കർ പാടത്ത് കൃഷി ചെയ്യാനുള്ള കർഷകരുടെ തീരുമാനത്തിന് സഹായവുമായി ചേർത്തല തെക്ക് സർവീസ് സഹകരണ ബാങ്ക് എത്തി. ഇതോടെയാണ് തരിശായി കിടന്ന പാടം കൃഷിക്കായി ഒരുങ്ങിയത്. പാവൽ, പടവലം, വെണ്ടയ്ക്ക, ചീര, പീച്ചിൽ, വെള്ളരി, മത്തൻ തുടങ്ങി തണ്ണിമത്തൻ വരെ പാടത്ത് നട്ടു. പൂർണ്ണമായും ജൈവവളം ഉപയോഗിച്ചായിരുന്നു കൃഷിരീതി. കർഷകരുടെ പ്രയത്നത്തിൽ 100 മേനി വിളവാണ് ലഭിച്ചത്. മണ്ണിനെ സ്നേഹിച്ചാൽ മണ്ണ് ചതിക്കില്ല എന്ന പഴമൊഴിയാണ് ഇവിടെ യാഥാർത്ഥ്യമായത്. തോമസ് ഐസക് MLA നേതൃത്വത്തിൽ ഉത്സവാന്തരീക്ഷത്തിലായിരുന്നു വിളവെടുപ്പ്. ഇലഞ്ഞിയിൽ പാടത്തേതുപോലെ 100 കണക്കിന് ഏക്കർ പാടത്ത് വിഷു വിപണി ലക്ഷ്യമാക്കി കർഷകർ കൃഷി നടത്തിയിട്ടുണ്ട്. തരിശായി കിടന്ന സ്ഥലത്ത് കൃഷി ഇറക്കാന്ന് പറയുന്നത് ചെറിയ നേട്ടമല്ല. ഇത് വലിയ അടുത്ത വർഷം കൂടുതൽ പ്രദേശത്തേക്ക് ഇവിടെ തരിശായി കിടക്കുന്ന മുഴുവൻ പാടങ്ങളിലും
കൃഷി ചെയ്യാനായിട്ടുള്ള പ്രചോദനമാവും. അതിന് നമ്മുടെ സഹകരണ ബാങ്കുകൾ നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കാൻ. എല്ലായിടത്തും മികച്ച വിളവാണ് ലഭിച്ചത്. പച്ചക്കറികൾ വിറ്റഴിക്കാൻ വരും ദിവസങ്ങളിൽ ദേശീയപാതയ്ക്ക് ഇരുവശവും 20ഓളം പച്ചക്കറി വിൽപ്പന കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനാണ് കർഷകരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ.